Fourth question. Calculate the perimeter and area of the regular hexagon with the distance between parallel sides 6 cm. എന്താണ് റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയയും പെരിമീറ്ററും ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? പാരലൽ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റെഗുലർ ഹെക്സഗൺ അല്ലേ. റെഗുലർ ഹെക്സഗണിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എന്താണ് പ്രത്യേകത? എല്ലാ സൈഡുകളും ഈക്വൽ ആണെന്നറിയാം. പിന്നെ എന്താണ് അറിയുക, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് അല്ലേ, ഈ വെർട്ടെക്സസുകൾ യോജിപ്പിച്ച് വരുന്ന ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണെന്നറിയാം. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? പാരലൽ സൈഡ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇതിൻ്റെ അല്ലേ, ഇതും ഇതും പാരലൽ സൈഡുകളാണ് അല്ലേ റെഗുലർ ഹെക്സഗണിൻ്റെ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 6 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 6 cm. ഓക്കെ. Distance between parallel sides equal to 6 cm. Then height of equilateral triangle equal to അല്ലേ. എങ്ങനെയാണ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുക? അതായത് നമ്മൾ ഇതിൻ്റെ പാരലൽ സൈഡ്സിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതെന്താണ്? ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സെൻറ്ററിലേക്ക് കൂടി കടന്നു പോകുക അല്ലേ. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് ആണ് അല്ലേ. ഇത് രണ്ട് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കൂടിയതാണ് എന്ത്? പാരലൽ സൈഡുകളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 6ന്റെ by 2 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എത്രയാണ് ഹൈറ്റ് വരുന്നത്? 6/2 = 3 cm എന്നാണ് ഹൈറ്റ് വരിക അല്ലേ. ഇനി ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? √3/2 എന്നാണ് അല്ലേ. ഈക്വൽ ടു ഇത് നമുക്ക് എത്രയാണ് കണ്ടുപിടിച്ച് വെക്കുന്നത്? 3 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ √3/2 = 3. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ്? ഈ 3യുടെ അടുത്തേക്ക് ഈ 2 വരുമ്പോൾ ഇവിടെ ബൈ ആണല്ലേ, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ × 2 അല്ലേ. √3 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ബൈ √3 എന്നാവും അല്ലേ. അപ്പോൾ എത്രയാണ് വന്നത്? ഇപ്പോൾ 3 × 2 എന്ന് പറയുമ്പോൾ 6√3 ഇങ്ങനെ വന്നു അല്ലേ. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് അല്ലേ. √3നെ നമ്മൾ നാച്ചുറൽ നമ്പർ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര ആൻസർ വരിക? 6 × √3/3 എന്ന് വന്നു അല്ലേ. ഇനി 3 ഇവിടെ 6ൽ കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2√3 cm. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? സൈഡ് ഓഫ് എന്തിൻ്റെ? ട്രയാങ്കിളിൻ്റെ അല്ലേ. സൈഡ് ഓഫ് ട്രയാങ്കിൾ എത്ര കിട്ടിയത്? 2√3 cm നമുക്ക് കിട്ടി. ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ. എങ്ങനെയാണ്? √3/4 a² അല്ലേ. ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന് വരും √3/4. നമുക്ക് സൈഡ് എത്ര കിട്ടിയിരിക്കുന്നത്? 2√3 അല്ലേ. 2√3² എന്ന് വന്നു അല്ലേ. ഇനി ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈക്വൽ ടു √3/4 × 2² എന്ന് പറയുന്നത് 4 × √3യുടെ സ്ക്വയർ നമ്പർ √3 × 3 അല്ലേ. അപ്പോൾ എത്രയാ? 3 വന്നു. ഇവിടെ 4 കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3√3 cm². ഇതാണ് എന്ത്? ഏരിയ ഓഫ് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. നമുക്ക് എന്താ? ഹെക്സഗണിൻ്റെ ഏരിയ ആണ് അല്ലേ വരേണ്ടത്. ഹെക്സഗണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാ? 6 ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 6 × ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലേ. ഒരു 3√3 ആണ് വരിക അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഏരിയ ഓഫ് ഹെക്സഗൺ. ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 6 × 3√3 അല്ലേ. ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ 3√3, അങ്ങനെ 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18√3 എന്ന് കിട്ടി അല്ലേ. ഇതിൻ്റെ വാല്യൂ എത്ര വരിക? 18 × 1.732 അല്ലേ. ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 31.176 എന്ന് കിട്ടി. ഇനി 2 ഡെസിമൽ പോയിന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 31.1
1. ഇവിടെ മൂന്നാമത്തെ പ്ലേസിൽ എത്രയാ 6 ആണ് അല്ലേ. 5 എബോവ് ആണെങ്കിൽ ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. 31.18 cm². ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹെക്സഗണിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 2√3 ആണ് അല്ലേ. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ് ഹെക്സഗൺ. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് തന്നെയാണ് ഹെക്സഗണിന്റെയും സൈഡ് അല്ലേ. അപ്പോൾ ഒരു സൈഡ് 2√3 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ ഓഫ് ഹെക്സഗൺ ഈക്വൽ ടു അല്ലേ. ഒരു സൈഡ് 2√3 ആണ്. എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്. അപ്പോൾ 6 × 2√3. ഓക്കെ അല്ലേ. അപ്പോൾ എത്ര വരിക? 12√3. ഇനി ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 12 × 1.732 അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20.784 എന്ന് കിട്ടി. ഓക്കെ. ഇനി ഇത് 2 ഡെസിമലിലേക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക? മൂന്നാമത്തെ പ്ലേസിലുള്ളത് 4. 5ന് താഴെ ഉള്ളതാണെങ്കിൽ നമ്മളത് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ എത്ര വരിക? 20.78 cm. ഇതാണ് എന്ത് നമ്മുടെ പെരിമീറ്റർ ഓഫ് ഹെക്സഗൺ. 5th question. Calculate the height and area of the triangle with sides 8 cm, 6 cm, 6 cm അല്ലേ. നേരത്തെ നമ്മൾ ചെയ്ത മുഴുവൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു അല്ലേ. ഇതങ്ങനെയല്ല, എല്ലാ സൈഡുകൾ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യണം, ഏരിയയും കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? 8 cm, 6 cm, 6 cm അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ എന്ന് പറയാം? രണ്ട് സൈഡും ഈക്വൽ ആണല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാം അല്ലേ. ഇനി ഇതിൻ്റെ ഹൈറ്റും ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇതിനെ ജസ്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് ഐസോസിലസ് ആണല്ലേ. നമുക്ക് ഇതിൻ്റെ വെർട്ടെക്സ് ഒരേ അളവുകളാണ് പോയിരിക്കുന്നത് അല്ലേ രണ്ട് സൈഡിൽ നിന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വരുന്നത് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എന്തായിരിക്കും? 4 cm 4 cm വെച്ചിട്ടായിരിക്കും അല്ലേ. ഇനി ഇതിന് ഇവിടെ വരുന്നത് ഇതെന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ട്രയാങ്കിൾ ആയിട്ടാണ് മാറുക? റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് മാറി. ഓക്കെ. നമ്മൾ എന്ത് ചെയ്യണം? 8 സെൻറ്റിമീറ്ററിനെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് സെൻറ്ററിൽ കൂടെ കടന്നു നോക്കാനും ഇതെന്താണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. റൈറ്റ് ട്രയാങ്കിളിൻ്റെ 2 സൈഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്? ഹൈപ്പോട്ടനസ് അല്ലേ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. നമുക്കിതിൽ ഏതാണ് ആവശ്യം? ഹൈറ്റ് ആണ് ആവശ്യം. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുമ്പോൾ എന്താ വരിക? ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ അല്ലേ ഈക്വൽ ടു ഇവിടുത്തെ ഹൈപ്പോട്ടനസ് ഏതാണ്? ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ ഇതിന് ഹൈപ്പോട്ടനസ് 6 ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും? 6 സ്ക്വയർ മൈനസ് ബേസ് എത്രയാ? 4 അല്ലേ. 4 സ്ക്വയർ എന്ന് വന്നു ഈക്വൽ ടു 6 സ്ക്വയർ എത്രയാണ്? 36 അല്ലേ. 36 മൈനസ് 16 ഈക്വൽ ടു എത്ര വരും? 20 എന്ന് കിട്ടി. ഓക്കെ. ഹൈറ്റ് സ്ക്വയർ ആണ് 20. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ സ്ക്വയർ പോകണ്ടേ? ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? √20 വരും. ഇനി 20യുടെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? 20ന് നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം അല്ലേ. 20നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × 5 എന്ന് കിട്ടി അല്ലേ. ഇനി 2 × 2 × 5 എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 2 ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു 2 പുറത്തേക്ക് വരും. 2 5ന് ഗ്രൂപ്പ് ഇല്ല അല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ 2√5 cm. ഇതാണ് എന്ത് വരുന്നത്? നമ്മളുടെ ഹൈറ്റ് വരുന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു അല്ലേ. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കണം. ഇത് എന്താണ്? നോർമൽ ട്രയാങ്കിൾ ആണ് അല്ലേ. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ല. അപ്പോൾ നോർമൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഏരിയ ഈക്വൽ ടു അര BH അല്ലേ.
ഈക്വൽ ടു ആരാ ഇൻറ്റു ബേസ് എത്രയാണ് 8 cm ആണ് അല്ലേ. അപ്പോൾ 8 ഇൻറ്റു ഹൈറ്റ് നമ്മൾ എത്ര കണ്ടുപിടിച്ചിട്ടുണ്ട് 2√5 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിലത്തെ 2 എന്താണ് കട്ട് ചെയ്ത് പോയി അല്ലേ. ബാക്കി എത്ര വരും 8√5 cm². ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വരുന്നത്. 6th question എന്താണ് ഫോർ ഈച്ച് ഓഫ് ദ സെറ്റ് ഓഫ് 3 ലെങ്ത് ഗിവൻ ബിലോ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ദീസ് ആസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്. എന്താണ് ട്രയാങ്കിളിൻ്റെ ലെങ്ത്തുകൾ അല്ലേ സൈഡുകൾ തന്നിട്ടുണ്ട്. ഇനി അവിടെ ഏരിയകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 cm 5 cm 7 cm എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ. ഫോർമുല ഉണ്ട് അല്ലേ √3/4a² എന്നുണ്ട്. ഇനി ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത പോലെ നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ട് ഹൈപ്പോട്ടനസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ എന്താ പ്രത്യേകത 3 സൈഡും ഡിഫറെൻ്റ് ആണ് അല്ലേ. 3 സൈഡും ഡിഫറെൻ്റ് ആണ്. സൈഡ്സ് ഡിഫറെൻ്റ് ആയി വരികയാണെങ്കിൽ നമ്മൾ ഏത് ഫോർമുലയാണ് ഹാരോൺസ് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോർമുല എന്താണ് √S × S - A × S - B × S - C കണ്ടോ. ഇനി അതിൽ എന്താണ് എങ്ങനെയാണ് എസ് കാൽക്കുലേറ്റ് ചെയ്യാന്നാണ്. എങ്ങനെയാണ് എസ് കാൽക്കുലേറ്റ് ചെയ്യുക ആരാ ഇൻറ്റു A + B + C. A + B + C എന്ന് പറയുന്നത് എന്താ ഡിഫറെൻ്റ് സൈഡുകൾ അല്ലേ. ഇവിടെ ഡിഫറെൻ്റ് സൈഡ്സ് ആണല്ലേ ഏതാന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യണം √S × S - A × S - B × S - C ചെയ്യണം. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം എസ് കണ്ടുപിടിക്കണം. എസ് എത്രയാണ് ആരാ + ABC എന്നാണ് അല്ലേ. അപ്പോൾ എസ് ഈക്വൽ ടു ആരാ ഇൻറ്റു A + B + C എന്ന് പറയുന്നത് എന്താ സൈഡുകളാണ് അല്ലേ. 4 + 5 + 7 ഈക്വൽ ടു ആരാ ഇൻറ്റു ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 16 അല്ലേ. ഈക്വൽ ടു 16 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ 8. അപ്പോൾ എത്ര വരിക 8 ആണ് എന്ന് കിട്ടുന്നത് എസ് കിട്ടുന്നത്. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെയാണ് √of അല്ലേ. √of എത്ര വരും എസ് 8 ആണ് അല്ലേ. 8 ഇൻറ്റു 8 - A എന്ന് പറയുന്നത് 4 ആണ് അല്ലേ ഇൻറ്റു 8 - 5 അല്ലേ. ബി എന്ന് പറയുന്നത് 8 - 7 ഈക്വൽ ടു √of എന്തോന്നു 8 ഇൻറ്റു എന്താ വരിക 8 - 4 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 8 - 5 3 ഇൻറ്റു 8 - 7 3 അല്ലേ. അപ്പോൾ ഈക്വൽ ടു എത്ര കിട്ടും 96 അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96 കിട്ടി. ഇനി 96ൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക 96നെ എന്ത് ചെയ്യുക ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ എത്ര വരിക 2 × 3 × 2 × 2 അല്ലേ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇതിൽ നിന്നും എന്താണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തെടുത്തു. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ എത്ര വരിക 2 2 ഉണ്ട് അപ്പോൾ ഒരു 2 വന്നു ഇൻറ്റു ഇവിടെ 2 2 ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വന്നു. പിന്നെ 3ക്കും 2നും ഇല്ല അല്ലേ ഗ്രൂപ്പിംഗ് ഇല്ല. അപ്പോൾ 3യും 2ഉം റൂട്ടിൻ്റെ ഉള്ളിൽ വന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി 2 × 2 4 അല്ലേ 4√6 അല്ലേ 4√6 cm². ഇതാണ് നമ്മളുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ. 4 cm 13 cm 15 cm അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം എസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ എസ് കാൽക്കുലേറ്റ് ചെയ്യുക എസ് ഈക്വൽ ടു ആരാ ഇൻറ്റു 4 + 13 + 15 അല്ലേ ഈക്വൽ ടു ആരാ ഇൻറ്റു 4 + 13 + 15 എന്ന് പറയുന്നത് എത്രയാണ് 32 അല്ലേ 32. ഇനി 32നെ 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ എത്ര കിട്ടുക 16 എന്ന് കിട്ടി. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ എസ് കിട്ടുന്നത്. ഇനി നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എസ് എത്രയാണ് 16 ഇൻറ്റു 16 മൈനസ് എ എന്ന് പറയുന്നത് എത്രയാണ് 4 ആണല്ലേ ഇൻറ്റു 16 മൈനസ് 13 ഇൻറ്റു 16 മൈനസ് 15 ആണ്
അല്ലേ, ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് വരും 16 ഇൻറ്റു 16 മൈനസ് 4 എത്രയാണ് 12 അല്ലേ, 12 ഇൻറ്റു 16 മൈനസ് 13 3 ഇൻറ്റു 1 എന്ന് വന്നു ഈക്വൽ ടു റൂട്ട് ഓഫ് എത്ര വരും 16 ഇൻറ്റു ഇവിടെ 12 ഇൻറ്റു 3 എത്ര വരും 36 വരും അല്ലേ, 36 ഇൻറ്റു 1 36 വരും. അപ്പോൾ 16 ഇൻറ്റു 36 എന്ന് വന്നു. ഇനി ഇതിലത്തെ 16ൻ്റെ റൂട്ട് നമുക്കറിയാം അല്ലേ, 16ൻ്റെ റൂട്ട് എത്രയാണ് 4 ആണ് ഇൻറ്റു 36ൻ്റെ റൂട്ട് 6 ആണ് അല്ലേ, 6 ഈക്വൽ ടു 6 4s are 24 cm സ്ക്വയർ. ഇതാണ് നമ്മളുടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ. സൈഡ്സ് 5 cm 12 cm 13 cm അല്ലേ. ആദ്യം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, എസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എസ് എങ്ങനെ കണ്ടുപിടിക്കുക, അര ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി അല്ലേ, 5 പ്ലസ് 12 പ്ലസ് 13 അല്ലേ, ഈക്വൽ ടു അര ഇൻറ്റു 5 പ്ലസ് 12 പ്ലസ് 13 എത്രയാണ് വരിക 17 പ്ലസ് 13 എന്ന് പറയുമ്പോൾ 30 വരും അല്ലേ. ഇനി 30 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ എത്ര വരിക 15 കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത് എസ് കിട്ടി. എസ് എന്ന് പറയുന്നത് എന്താണ് 15 എന്ന് കിട്ടി. ഇനി നമ്മളത് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈക്വൽ ടു എന്താണ് 15 അല്ലേ, റൂട്ട് 15 ഇൻറ്റു 15 മൈനസ് 5 ഇൻറ്റു 15 മൈനസ് 12 ഇൻറ്റു 15 minus 13 equal to root of 15 into 15 minus 5 എന്ന് പറയുമ്പോൾ എത്ര വരിക 10 into 15 minus 12 എത്ര വരിക 3 into 15 minus 13 2 equal to മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും 15 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക 900 എന്ന് കിട്ടും. ഓക്കെ, 900ൻ്റെ റൂട്ട് എത്രയാണ് 100ൻ്റെ റൂട്ട് 30 ആണ് അല്ലേ, 30 ഇൻറ്റു 30 ആണ് 900 അല്ലേ. അപ്പോൾ 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ.